ഗൈസ്, അപ്പം നമുക്കിന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മളിന്നൊരു കിടിലം ഒരു കാറ് വാങ്ങാൻ പോകണം ഗൈസ്. ഈ കാർ നമ്മളിന്ന് കാറ് വാങ്ങുക മാത്രമല്ല, നമ്മൾ ആ കാറിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കാറിന്റെ ഒരു കിണ്ണ ലുക്കാക്കും. അപ്പം നിങ്ങൾ ഇത് ഈ വീഡിയോ ഫുള്ള് വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. നമ്മളിരിക്കുന്ന പൾസർ ബൈക്ക് എടുത്താണ് ഇപ്പൊ നമ്മൾ നേരെ പോകാൻ പോണത്. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ ഒരു 20-35 ലക്ഷം രൂപ നമുക്ക് കൊണ്ട് കയ്യിൽ തരും. അതും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കാറ് വാങ്ങാൻ പോയാൽ. പിന്നെ ഞാൻ വാങ്ങാൻ പോണ കാറ് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പോയി കണ്ടു. അപ്പോഴത്തേക്കും നമുക്കിനി ഇടത്തോട്ട് പോകാം. അവിടെയാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത്. സോറി ഗൈസ്, വലത്തോട്ടാണ്. നമുക്ക് തെറ്റിപ്പോയി, നമ്മള് ഓർമ്മ കുറവാണ് ഗൈസ് എനിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും കത്തിച്ചൊരു ഇവിടെയൊക്കെ വിടാം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അടുത്താണ് അവൻ്റെ കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞത്. അപ്പം അവൻ വന്നിട്ട് അവൻ്റെ നിന്ന് പൈസയും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ പോകാം. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഷോറൂമിലോട്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഷോറൂം തന്നെയാണത്. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓടാ പൈസ ഉണ്ടോന്നോടാ? ഓടാ പൈസ ഉണ്ടോന്ന്. ഞാൻ 20-30 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്മളിത് മറക്കല് കേട്ടാ. ഓടാ ഞാൻ മറക്കൂല, നമ്മളൊക്കെ നിന്നെ മറക്കുമെന്നാ ഗൈസ്. ആ മണ്ടനെ പറ്റി ചെയ്യാൻ പൈസയും കൊണ്ടുപോയാണ് ഗൈസ്. അവനുമായിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മണ്ട വിശ്വസിച്ചിരിക്കുക പൈസ എന്ന് ഗൈസ്. ഒരു മണ്ടനാണ് ഗൈസ്, ഒരു മണ്ടൻ. അപ്പൊ നമുക്ക് എന്തായാലും ഷോറൂമിലോട്ട് പോകാം. അപ്പൊ നമ്മളെ ഷോറൂം വലത്തോട്ടാണ്. നമ്മൾ നേരത്തെ പോയത് ബാക്കിലോട്ടായിരുന്നു, തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ നേരെ റെയിൽവേക്ക് കയറി ഗൈസ് അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ഷോറൂം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വണ്ടി നമ്മളെ കാണാനില്ല. ഇവന്മാർ എവിടെ കൊണ്ട് വെച്ചിട്ട് എന്താ പറയുക വണ്ടി. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം ഗൈസ്. ഇത് ചെറിയൊരു സെറ്റപ്പിലുള്ളൊരു ഷോറൂമാണ് ഗൈസ്. നമ്മളെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ നിങ്ങളെല്ലാവരും വണ്ടിയൊക്കെ ഉണ്ടല്ലോ. സാറേ വണ്ടി ബാക്കിലാണുള്ളത്. ഓ ഗൈസ് സോറി ഗൈസ്, ഇതെല്ലാം നമ്മളെ വണ്ടി ബാക്കിലാണുള്ളത്. ഇതേ കളറും ഇല്ല ഇത് തന്നെ, പക്ഷേ നമുക്ക് ഇട്ടുള്ളത് ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഓ ഗൈസ് ഊബിയാ ഗൈസ്, വണ്ടിയുടെ കാണാനില്ല. ആ മയിലെ തടിയൻ പിടിച്ചടിക്കേണ്ടി വരുമെന്നാണ് ഗൈസ് മിക്കവാറും. നമുക്ക് എന്തായാലും ചോദിക്കാം. അമ്മാരെ മിക്ക ഊമ്പിച്ചാന്നാണ് നമ്മൾ പൈസയും കൊടുത്ത് നേരത്തെ. അപ്പോൾ ദേ വണ്ടി പറഞ്ഞ. ഓ സോറി സാർ, നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും സാർ, നമ്മളവിടെ വണ്ടി എത്തിക്കാം ഗൈസ്. നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഇനി നേരെ പോയി വണ്ടി നോക്കാം. ഇനി വണ്ടി ഇല്ലെങ്കിൽ പിന്നെ ഷോറൂമിനെ ഒന്ന് കത്തിക്കുക ഗൈസ്. നമ്മളെ മസ്താഗിൻ്റെ ഒരു കട്ട് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, പക്ഷെ അതല്ല, ഇത് വേറൊരു വണ്ടിയാണ് ഗൈസ്. നമുക്കിതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണം. നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് നേരെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഗ്യാരേജിലോട്ട് പോകാം ഗൈസ്. ഗ്യാരേജും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ബട്ട് കുറച്ചൊക്കെ പോകണം. നമുക്ക് എന്തായാലും വണ്ടി കത്തിച്ചുവിടാം ഗൈസ്. വണ്ടി തീ ബാക്ക് കാണാൻ കറക്റ്റ് GTR ഇട്ടുണ്ട് കേട്ടോ. ബാക്ക് കാണാൻ കുറച്ച് GTR ഇട്ടുണ്ട്. അപ്പോഴത്തേക്കും ഫ്രണ്ട് കാണാൻ ഒരു മസ്താഗിൻ്റെ എന്താ എനിക്ക്. അപ്പം എനിക്ക് വണ്ടിയെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. അതാണ് ഗൈസ് ഞാൻ ഒന്നും പറയണില്ല ഗൈസ്, മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഗ്യാരേജിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് പക്ഷെ മസ്താഗിൻ്റെ ഒരു കട്ടപ്പിടി തോന്നുന്നു എന്തെങ്കിലും ആട്ട്. നമുക്ക് എന്തായാലും നേരെ ഗ്യാരേജിൻ്റെ പോകാം ഗൈസ്. ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളിനി വലത്തോട്ട് പോയ ഗ്യാരേജാണ് നമ്മൾ കാണുന്നത്. കണ്ട ഗൈസ്, ഈ ഗ്രാഫിക്സ് ഒക്കെ വന്നടിച്ചിട്ടില്ലേ, ആ റോഡ് നിങ്ങൾ പോയാൽ. ഇനി നമ്മൾ ഇടത്തോട്ട് വളച്ചാൽ നമ്മുടെ സ്വന്തം മോഡിഫിക്കേഷൻ നമ്മളൊരു സുഹൃത്തിൻ്റെ കടയും കൂടെയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് തരും ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ്. ഞാൻ അകത്തോട്ട് മോഡിഫിക്കേഷൻ ചെയ്ത ക്ലിപ്പ് സത്യം ഡിലീറ്റ് ആയിപ്പോയി, സോറി ഗൈസ്. അതാണ് പെട്ടെന്ന് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഞാനിപ്പം ഇതിലെന്തൊക്കെ മാറ്റം എത്തിയെന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ നമ്മളിപ്പോൾ കളർ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ നിങ്ങളുടെ ജോക്കറിൻ്റെ സ്റ്റിക്കർ അത് ചെയ്തു. പിന്നെ അടിയിൽ ചുവപ്പ് ബാർ വെച്ചു. പിന്നെ നേരത്തെ നമ്മൾ നീല കളർ തീയണമെന്നുണ്ടെന്ന് നേരത്തെ ചുവപ്പുള്ള തീയുന്നുണ്ട്. ഇപ്പം നമ്മൾ നീല കളർ തീയാക്കി. ഇതൊക്കെ ഇന്നത്തെ വീഡിയോ. അപ്പോഴത്തേക്കും എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് അത് കാണിച്ചു തരാത്തതിന്. എന്തായാലും സോറി ഗൈസ്.